വെൽക്കം ടു അനദർ PTE എപ്പിസോഡ് ഫ്രം Jinus Academy. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്ക്രൈബ് ഇമേജ് എന്താണ് എന്ന് പഠിച്ചു അല്ലേ? അപ്പം ഞാൻ പറഞ്ഞായിരുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കുറെ കൂടി എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് കാണിച്ചു തരാമെന്ന്. അപ്പം ഇന്ന് നമ്മളൊരു 2 ലൈൻ ഗ്രാഫും ഒരു ബാർ ചാർട്ടും ഒരു പൈ ചാർട്ടും ഒരു ഇമേജും എങ്ങനെയാണ് 2-3 എക്സാമ്പിൾസ് കാണിച്ച് ഇതെങ്ങനെയാണ് ഡിസ്ക്രൈബ് ഇമേജിൽ ഒരു സാമ്പിൾ ആൻസർ പോലെ നിങ്ങളെ കാണിച്ച് തരാം. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഒരു ലൈൻ ചാർട്ട് കാണും അല്ലെ? 2 ലൈൻ ഉണ്ട് ഇതിനകത്ത്. അപ്പം ഒരു ലൈൻ ചാർട്ട് മെയിൻലി ഇപ്പം ഇതിനകത്ത് ഏഷ്യനെ യൂറോപ്പിനെയും വെച്ച് കമ്പയർ ചെയ്തു. മിക്കവാറും ലൈൻ ചാർട്ട് വരുമ്പോൾ ഇങ്ങനെ കമ്പാരിസൺ ആയിരിക്കും വരുന്നത്. അപ്പൊ കമ്പയർ ചെയ്ത് നമ്മൾ എഴുതുവാണ്. അപ്പൊ ഇത് നോക്കൂ, പെർസെൻറ്റേജ് വെച്ച് വേൾഡ് പോപ്പുലേഷൻ ബൈ റീജിയൻ, ഓരോ റീജിയൻ, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഏഷ്യ യൂറോപ്പും ആണ്. അപ്പൊ ഈ ഒരു ചാർട്ടിൽ നിന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ഇമേജിൽ 40 സെക്കൻഡ്സിനുള്ളിൽ പറയാൻ പറ്റുന്നത് എന്നാണ് നമുക്ക് നോക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് എന്തൊക്കെ കീവേഡ്സ് ആണ് ഇതിൽ കാണാൻ പറ്റുന്നത്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ടൈറ്റിൽ കാണാൻ പറ്റും, പെർസെൻറ്റേജ് വേൾഡ് പോപ്പുലേഷൻ ബൈ റീജിയൻ കാണാൻ പറ്റും, ഏഷ്യ യൂറോപ്പ് എന്ന് കാണാൻ പറ്റും, ഇയർ കാണാൻ പറ്റും, പെർസെൻറ്റേജ് കാണാൻ പറ്റും. ഇനി ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും എഴുതാം, മാറ്റി മറിച്ചൊക്കെ എഴുതാം. പക്ഷെ ഒരു ഫോർമാറ്റിൽ നമുക്ക് എങ്ങനെയാണ് എക്സാമ്പിൾ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്ക്രീനിൽ നോക്കിക്കോളൂ. ദ ഗ്രാഫ് depicts population shift in Europe and Asia as a portion of the global population between 1750 and 2000. 2000-ലും അല്ലെ നോക്കിക്കേ, ഏറ്റവും ലാസ്റ്റ് വരുന്ന 2000 ആണ്, ഏറ്റവും ആദ്യം വരുന്നത് 1750 ആണ്. 1750-ൻ്റെയും 2000-ൻ്റെ ഇടയ്ക്ക് വരുന്ന വേൾഡ് പോപ്പുലേഷൻ പ്രത്യേകമായും ഏഷ്യയിലും യൂറോപ്പിലും വരുന്ന വേൾഡ് പോപ്പുലേഷൻ്റെ ഒരു കമ്പാരിസൺ ആണ് നമുക്കിവിടെ നടത്താൻ പോകുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ ടൈറ്റിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്താ പറയാൻ പോകുന്നത് എന്നുള്ള ഒരു ഓവറോൾ ഐഡിയ നമ്മൾ അവിടെ കൊടുത്തിരിക്കുകയാണ്. ഇനി ഈ ഗ്രാഫിൽ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലാവും. ഇപ്പം ഞാൻ കൊടുത്തേക്കുന്ന സാമ്പിളിനകത്താണെങ്കിൽ നോക്കിയോളൂ. ത്രൂ ഔട്ട് ദിസ് പീരീഡ് ഏഷ്യ ഹെൽഡ് എ കൺസിഡറബിളി ഗ്രേറ്റർ ഷെയർ ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ ദാൻ യൂറോപ്പ് അല്ലേ? അപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ഒരു ചാർട്ടിനകത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏഷ്യക്കാണല്ലേ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത്. അപ്പം ത്രൂ ഔട്ട് ദിസ് പീരീഡ് Asia held a considerably greater share of the world's population than Europe. അതെ, than ആണ് ഇപ്പോൾ നമ്മൾ കമ്പാരിസൺ ഉപയോഗിക്കുന്നത്. യൂറോപ്പിനേക്കാൾ ഏഷ്യക്കാണ് പോപ്പുലേഷൻ കൂടുതൽ ഉള്ളത്. ഓക്കെ, ഇനി നോക്കി ഏത് കാലയളവിലാണ് നമ്മൾ നോക്കുന്നത്? 1750-ലും 1950 എടുത്ത് നോക്കൂ. ബിറ്റ്വീൻ 1750 ആൻഡ് 1950 ഏഷ്യാസ് ഷെയർ ഡിക്രീസ്ഡ് ഫ്രം 65% to 55%. ആകെ ഒരു ചേഞ്ച് വന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് അല്ലേ? 1750-ലും 1950-ൻ്റെ ആ ഒരിടയ്ക്ക് ഏഷ്യയുടെ ആ ഒരു മെയിൻലി എന്ന് പറയാം 1800 തൊട്ട് 1950 വരെ ഒരു ചെറിയൊരു ഡിക്ലൈൻ നമുക്ക് കാണാം, ഒരു ഡിക്രീസ് നമുക്ക് കാണുന്നുണ്ട്, ലൈൻ താഴോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ബിറ്റ്വീൻ 1750 and 1950 Asia's share decreased from 65% to 55%. 65, അതായത് 1750-ൽ 65% ആയിരിക്കുന്ന 65% ആണ് ഏഷ്യക്ക്. അത് 1950s വന്നപ്പോൾ എന്ത് പറ്റി? ഒരു ചെറിയ ഡിക്ലൈൻ വന്നല്ലേ? അത് 10%ഓളം കുറഞ്ഞു, ഒരു 55%ഓളം അത് കുറഞ്ഞു. അങ്ങനെ 65% 55%. പക്ഷെ എന്ത് പറ്റി? 2000-ൽ എന്താ പറ്റിയത്? In 2000 it had climbed to 60%. In 2000 it has climbed to 60%. നമുക്ക് ഇൻക്രീസ്, ഒരു ഗ്രാജുവൽ ഇൻക്രീസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. 55-ന് 60-ലോട്ട് പോയി. ദെൻ വീണ്ടും ഫ്രം 1750 to 1850 നമ്മൾ ഏഷ്യയുടെ കാര്യം പറഞ്ഞു, ഇനി നമുക്ക് യൂറോപ്പിന്റെ കാര്യം പറയണ്ടേ? ഓക്കെ, ഫ്രം 1750 to 1850 യൂറോപ്സ് പോപ്പുലേഷൻ സ്റ്റേറ്റ് റിലേറ്റീവ്ലി സ്റ്റേബിൾ. അപ്പോൾ സ്റ്റേബിൾ ആയിട്ട് നമുക്ക് 1750 to 1850 ഒരു സ്റ്റേബിൾ, ഒരു നേരെ പോകുന്ന ഒരു ലൈൻ നമുക്ക് കാണാൻ പറ്റില്ല, അത്യാവശ്യം നേരെ പോകുന്ന ലൈൻ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ എന്താ, പ്രത്യേകിച്ച് വലിയൊരു ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ 1750 to 1850 യൂറോപ്സ് പോപ്പുലേഷൻ സ്റ്റേറ്റ് റിലേറ്റീവ്ലി സ്റ്റേബിൾ അറ്റ് ജസ്റ്റ് ഓവർ 20%. ആ 20% അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് യൂറോപ്പ് 1750 to 1850 വരെ പോയത്. ഓക്കെ, ഇറ്റ് ദെൻ സോ എ മോഡസ്റ്റ് റൈസ് ഇൻ 1900. 1900-ലാണ് പിന്നെ എന്തെങ്കിലും ഒരു 1850 കഴിഞ്ഞ് വീണ്ടും 1900 ആ പോയിന്റിൽ വരുമ്പോഴാണ് എന്തെങ്കിലും ഒരു സ്ലൈറ്റ് വേരിയേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ബിഫോർ പ്ലമ്മേറ്റിംഗ് ബൈ മോർ ദാൻ ഹാഫ് ടു ജസ്റ്റ് ഓവർ 10% ബൈ 2000. അപ്പോൾ 2000-ൽ വളരെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടൊരു ചേഞ്ച് ആണ്. 10% അത് ഡിക്രീസ് ആയിട്ട് പോയി. അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് എന്തൊക്കെ മനസ്സിലായി? കുറെ ഇപ്പൊ ഏഷ്യയുടെ തന്നെ ആ ഒരു ലൈൻ നമുക്ക് നോക്കുകയാണെങ്കിൽ 1750 to 1850-ഓളം നമുക്ക് നേരെ പോയി വീണ്ടും ഒരു ഡിക്ലൈൻ വന്നു. ഏറ്റവും കുറവ് 1950-ലായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും കുറവ് എവിടെയാണ്, ഏറ്റവും കൂടുതൽ എവിടെയാണ്. ഇനി അത് തന്നെ നമുക്ക് യൂറോപ്പിൽ മാർക്ക് ചെയ്യാം. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ 1900-ലായിരുന്നു,
ഏറ്റവും കുറവ് 2000-ലായിരുന്നു. ഇങ്ങനെ ഏറ്റവും കുറവും കൂടുതലും ഹയസ്റ്റ് ലോവസ്റ്റ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു 40 സെക്കൻഡോളം നമുക്ക് പറയാൻ പറ്റും. അതിന്റെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ഇപ്പൊ ഞാൻ നോക്കിക്കേ, ഇതിനകത്തുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു. 1800-ൽ യൂറോപ്പിൽ മേഷ്യയിൽ നടന്ന എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പ്രത്യേകം. 1815-ൽ ഇന്ന ഡേറ്റ് ആയിരുന്നു, ഇന്ന പെർസെൻറ്റേജ് ആയിരുന്നു, ഞാൻ എടുത്ത് പറഞ്ഞില്ല. അപ്പൊ ഇതുപോലത്തെ ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് എന്താ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ കിട്ടുന്ന കാര്യങ്ങൾ എടുത്ത് പറഞ്ഞാൽ മതിയാവും. ഞാൻ അടുത്ത ഒരു എക്സാമ്പിൾ കാണിക്കാം. അടുത്തത് വീണ്ടും ഒരു പൈ ചാർട്ടാണ്. പൈ ചാർട്ട് ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചായിരുന്നു. എന്നാലും ഇതിനകത്ത് എങ്ങനെയാണ് റീസൺ ഫോർ നോ ലോങ്ങർ അറ്റൻഡിങ് സ്കൂൾ, എന്തുകൊണ്ട് ആൾക്കാരെ അറ്റൻഡ് ചെയ്തില്ല, അതായത് സ്കൂൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നാണ് നോക്കുന്നത്. മെയിൽ കൊടുത്തിട്ടുണ്ട്, ഫീമെയിൽ കൊടുത്തിട്ടുണ്ട്. അതെ, ഇപ്പൊ നമുക്ക് ഈ രണ്ട് പൈ ചാർട്ടിൽ നമുക്ക് നോക്കുമ്പോ ഒരു കാര്യം മനസ്സിലായില്ല. കംപ്ലീറ്റഡ് സ്റ്റഡി, പഠിത്തം കഴിഞ്ഞത് കൊണ്ടാണ് ഇപ്പം അവർ സ്കൂളിൽ പോകാത്തത്. ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ സ്കൂളിൽ പോകാത്തതെന്നാണ് രണ്ടിലും ഏറ്റവും കൂടുതൽ 60% മെയിലും 65% ഫീമെയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സാമ്പിൾ ആൻസർ നോക്കിക്കോളൂ. ദ ചാർട്ട് ഇല്ലുസ്ട്രേറ്റ്. ഓക്കെ, ഇപ്പൊ ചാർട്ട് പൈ ചാർട്ട് എന്ന് വേണം നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ഡെപ്പിക്സ് എന്ന് എഴുതാം ഇല്ലുസ്ട്രേറ്റിന് പകരം. ഓക്കെ, ദ ചാർട്ട് ഇല്ലുസ്ട്രേറ്റ് വൈ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഡിസ്കണ്ടിന്യൂഡ് അറ്റൻഡിങ് സ്കൂൾ. എന്തുകൊണ്ടാണ് മെയിലും ഫീമെയിലും സ്കൂൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത്? ആ ടൈറ്റിൽ തന്നെ, ആ ചാർട്ടിന്റെ ടൈറ്റിൽ തന്നെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇൻ ബോത്ത് ഇൻസ്റ്റൻസസ് ദ പ്രൈമറി കോഴ്സ് വാസ് കംപ്ലീറ്റിംഗ് ദ സ്റ്റഡീസ് ആണ്. പോയിന്റ് 1 ആയിട്ട് എന്താ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായില്ലേ, കംപ്ലീറ്റിംഗ് ദ സ്റ്റഡി കൊണ്ടാണ് ഇവര് സ്കൂളിൽ പോകാത്ത രണ്ട് കൂട്ടിനും, മെയിലും ഫീമെയിലും. അതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. ഒറ്റ നോട്ടത്തിലെ നമ്മുടെ മേജർ പോയിന്റ് അത് തന്നെ. ദെൻ ദിസ് വാസ് ട്രൂ ഫോർ 65% ഓഫ് ഫീമെയിൽസ് ആൻഡ് 60% ഓഫ് മെയിൽസ്. ഈ ഒരു കാര്യം സത്യമായിരുന്നു അല്ലേ, 60% മെയിൽസും 65% ഫീമെയിലും പോകാത്തതിന് കാരണം അവരുടെ സ്റ്റഡീസ് കംപ്ലീറ്റ് ആയി എന്നതുകൊണ്ടാണ്. പിന്നെ നോക്കൂ, ദ സെക്കൻഡ് ഫാക്ടർ വാസ് സെക്യൂറിങ് എംപ്ലോയ്മെന്റ്. രണ്ടാമത് മേജർ ആയിട്ട് നിൽക്കുന്നത് നോക്കിയേ, ഒബ്റ്റെയിൻഡ് എംപ്ലോയ്മെന്റ് ഫീമെയിലിൽ 12%, മെയിലിൽ 25%. അപ്പൊ സെക്കൻഡ് റീസൺ ഫോളോഡ് ബൈ, ഇത് കഴിഞ്ഞ് എന്ന് വരുന്നത് ഫോളോഡ് ബൈ ദ മേജർ റീസൺ, ഇത് കഴിഞ്ഞ് വരുന്നത് എംപ്ലോയ്മെന്റ് കിട്ടി. ഈ രണ്ട് കൂട്ടർക്കും ജോലി കിട്ടിയത് കൊണ്ടാണ് പഠിത്തം ഡിസ്കണ്ടിന്യൂ ചെയ്ത്, അല്ലെങ്കിൽ സ്കൂളിൽ പോകാത്തത് mainly. Okay, 65%. The second factor was securing employment, but 25% of males were employed compared to 12% of females. അപ്പം ഇതിലൊരു വലിയൊരു വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ ഒരു കാരണം കൊണ്ട് സ്കൂളിൽ, അതായത് സ്കൂളിൽ ഡിസ്കണ്ടിന്യൂ ചെയ്തത് ഒരു 25% മെയില് ജോലി കിട്ടിയത് കൊണ്ടാണ്. ഹൗവർ ഫീമെയിലിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, ഒരു 12% അവിടെ ഉണ്ടായിരുന്നുള്ളൂ സ്കൂളിൽ പോകാത്തതിന് കാരണം, ഡിസ്കണ്ടിന്യൂഡ് സ്കൂൾ. ഇനി അടുത്തൊരു പോയിന്റ് നോക്കൂ, നിയർലി ദ സെയിം പ്രപ്പോർഷൻ ഓഫ് ഫീമെയിൽസ്, അതായത് 12% തന്നെ, ഓൾസോ ഡിപ്പാർട്ടഡ് ഫ്രം സ്കൂൾ ഫോർ പേഴ്സണൽ ഓർ ഫാമിലി റീസൺ. അപ്പൊ നമുക്ക് പേഴ്സണൽ ഓർ ഫാമിലി റീസണിനകത്ത് എന്താ വന്നത്, എത്ര പെർസെൻറ്റേജ് ആണ് അവിടെ വന്നത്? 11%. ഇനി ഒബ്റ്റെയിൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആവുന്നത്? 12%. അപ്പൊ 11-12% വലിയ വ്യത്യാസമില്ലല്ലോ. അപ്പം നിയർലി ദ സെയിം അല്ലെ, ഒരേപോലത്തെ ഉള്ളൊരു പെർസെൻറ്റേജ് നമ്പർ വരുവാണ്, നമുക്ക് അങ്ങനെ എഴുതാം. നിയർലി ദ സെയിം എമൗണ്ട് ഓഫ് ഫീമെയിൽസ് എന്താണ് അവർ ചെയ്തത്? ഡിസ്കണ്ടിന്യൂ ദർ സ്കൂൾ. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഫാമിലി റീസൺസും പേഴ്സണൽ റീസൺസും കൊണ്ട് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഒരു 11% ഫീമെയിൽസും ഉണ്ടായിരുന്നു. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, വൈൽ ഓൺലി 4% ഓഫ് മെയിൽസ് ഡിഡ്. അപ്പൊ ഈ ഫാമിലിയും പേഴ്സണൽ റീസണും കൊണ്ട് ഓൺലി വെരി സ്മോൾ എമൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു 4% ഓഫ് മെയിൽസ് മാത്രമേ സ്കൂളിൽ പോകാത്തതായിട്ടുള്ളൂ ആ ഒരു കാരണം കൊണ്ട്. എ വെരി മൈനർ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ലെഫ്റ്റ് ഡ്യൂ ടു ഇൽനെസ്. ഇപ്പം ഇൽനെസ്സിനകത്ത് വരുവാണെങ്കിൽ 5% ഓഫ് ഫീമെയിലും ഉണ്ട്, 3% ഓഫ് മെയിലും ഉണ്ട്. വളരെ ചെറിയ ഒരു പെർസെൻറ്റേജ് ആണ് അല്ലേ. അപ്പൊ നമ്മൾ അതിന് എങ്ങനെയാണ് എഴുതിയത്? എ വെരി മൈന്യൂട്ട് പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ലെഫ്റ്റ് ഡ്യൂ ടു ഇൽനെസ് അല്ലെ. ഇനി അതിനെ നമുക്ക് പ്രത്യേകമായിട്ട് എഴുതാം, 3% ഓഫ് മെയിൽസ് ആൻഡ് 5% ഓഫ് ഫീമെയിൽസ്, ആൻഡ് എ സ്ലൈറ്റ്ലി ലാർജർ പെർസെൻറ്റേജ് ലെഫ്റ്റ് ഫോർ അതർ അൺസ്പെസിഫൈഡ് റീസൺ. അപ്പം അതർ എന്നിവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് 7%, ഒന്ന് 8% ആണ്. അപ്പം പ്രത്യേക അതിനകത്ത് കാരണങ്ങൾ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ് റീസൺ? സ്പെസിഫൈഡ് അല്ലാത്ത കുറച്ച് റീസണും കൊണ്ട് സ്കൂളിൽ പോകാത്തവരും ഉണ്ട്. അപ്പൊ ഈ രണ്ട് പൈ ചാർട്ടും അതാണ് കാണിക്കുന്നത് അല്ലെ. പക്ഷെ ഇതിനകത്ത് നമ്മൾ നോക്കി, നമ്മളെല്ലാം തൊട്ടു, കാരണം 1, 2, 3, 4, 5 മെയിൻ പോയിന്റേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പം ചിലപ്പോൾ നിങ്ങൾ ഓടിച്ചിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ 10 സെക്കൻഡ്സോ 15 സെക്കൻഡ്സോ കൊണ്ടോ നമുക്ക് നിങ്ങൾക്ക് വേണം ഇങ്ങനെ എഴുതാം. ദിസ് ചാർട്ട് ഷോസ് പെർസെൻറ്റേജ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ദാറ്റ് ഡസൻറ്റ് ഗോ ടു സ്കൂൾ. സം ഓഫ് ദ റീസൺസ് ആർ ഒബ്റ്റെയിൻഡ് അൺഎംപ്ലോയ്മെന്റ്, അതർ ഇൽനെസ്. ഇങ്ങനെ എല്ലാം വേണേൽ പെറുക്കി പറയാം. പക്ഷെ അതിനൊരു കോണ്ടന്റിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെന്നില്ല. അതും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് ഇങ്ങനെ എന്താ പറയാ, ഇപ്പൊ ഞാൻ
പോസ് ചെയ്ത് പറയാണ്, പ്രൊനൗൺസിയേഷനോ ഫ്ലുവൻസോ ഇല്ലാതെ പറയുവാണെങ്കിലും ഈവൻ ഇഫ് നിങ്ങൾ ഈ കാര്യം എല്ലാ പോയിന്റും എടുത്ത് പറഞ്ഞാലും പോസ് ചെയ്ത് പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാർക്ക് പോയി എന്ന് വരാം. അടുത്തതായിട്ടൊരു എക്സാമ്പിൾ നോക്കൂ. ഓക്കെ, തേർഡ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു ഇമേജ് ആണ്, ഒരു പിക്ചറാണ്. ഈ പിക്ചർ എങ്ങനെയാണ് 40 സെക്കൻഡ്സുകളിൽ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ഇമേജിൽ പറയാൻ പറ്റുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ പിക്ചർ കാണുമ്പോൾ ഇതിനകത്ത് ഒത്തിരി കീവേഡ്സും അവിടെ രണ്ട് പടവും എന്താണ് ചെയ്യുന്നതൊക്കെ പെട്ടെന്ന് നോക്കി നിങ്ങൾക്ക് കിട്ടണമെന്നില്ല, പക്ഷെ ഇറ്റ്സ് ഈസി പറഞ്ഞ പോലെ. ഇപ്പം നമുക്ക് നോക്കാം, ഇതിനകത്ത് രണ്ട് ബോയ്സിനെ കാണാം, പിന്നെ ഓപ്പറേറ്റർ മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ, ലീവർ റൈസസ് ആൻഡ് ഫോൾസ്, റോ, പിവറ്റ്, ബക്കറ്റ്, വാട്ടർ, അങ്ങനെ കുറെ കീവേഡ്സ് ഒക്കെ കാണാം. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും എവിടെ നിന്ന് തുടങ്ങണം. ഓക്കെ, അതിന് മുന്നേ നമ്മുടെ ടൈറ്റിൽ വെച്ച് നമ്മൾ സാധാരണ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന പോലെ ടൈറ്റിൽ കൊണ്ട് ഷാഡ് ഓഫ് മെത്തേഡ് ഓഫ് വാട്ടർ കളക്ഷൻ അങ്ങനെ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പം ഇതിലെ ഒരു സാമ്പിൾ ആൻസർ നമുക്ക് നോക്കാം, ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇമേജ് നോക്കൂ, ഞാൻ നോക്കിയത് ഇല്ലുസ്ട്രേഷൻ ടെപ്പിക്സ്. ഇപ്പൊ എന്താണ് പറയുന്നത്? ടെപ്പിക്സ് ഷാഡ് ഓഫ് മെത്തേഡ് ഓഫ് ഗ്യാതറിങ് വാട്ടർ. ഇങ്ങനെ മെത്തേഡ് ഓഫ് ഗ്യാതറിങ് വാട്ടർ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ആ ഇമേജിൽ നിന്ന് മനസ്സിലാവുമല്ലോ. It comprises an elevated pathway attached to a post through a pivot. ഇന്ന് നോക്കി പിവറ്റ് എവിടെയാണ്? ഒരു ഇലവേറ്റഡ്, ഒരു പൊങ്ങിയ ഒരു പാത്വേ ആണ് പിവറ്റിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ക്രിയേറ്റിംഗ് എ ലിവർ. അതെ, നോക്കിക്കേ, ലിവർ എവിടെയാണ്? ലിവർ റൈസസ് ആൻഡ് ഫോൾ അല്ലേ. അപ്പം ഒരു ലിവറിലേക്ക് കണക്ട് ചെയ്ത് പിവറ്റിലേക്ക് കണക്ട് ചെയ്ത ഒരു എലവേറ്റഡ് പാത്വേ, ഒരു പൊങ്ങിയൊരു പാത്വേ ആണ് നമുക്ക് ഇവർ കാണിക്കുന്നത്. ദെൻ അത് ലിവേഴ്സ് എക്സ്ട്രീമിറ്റി, അതായത് ഏറ്റവും എൻഡില് എന്താണ് കാണുന്നത്? ദർ ഇസ് എ റോപ്പ് ആൻഡ് എ ബക്കറ്റ്. അവിടെ ഏറ്റവും എൻഡിൽ ഒരു റോപ്പ് ഉണ്ട്, ബക്കറ്റ് ഉണ്ട്. ദെൻ ദ ഓപ്പറേറ്റർ അസെൻസ് ദ വാക്ക് വേ. അപ്പൊ ഈ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ എന്താണ്? ആ ഏറ്റവും ആദ്യം നിൽക്കുന്ന ബോയ്. അപ്പം അസെൻസ് ടു ദ വാക്ക് വേ, വാക്ക് വേയിലേക്ക് നടന്ന് എംപ്ലോയിങ് ദർ മാസസ് ടു ബാലൻസ് ലിവർ. അപ്പൊ അവര് ആ മാസ്, അവരുടെ വെയിറ്റ് ബാലൻസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടത്തുന്നത്, ഈ വാട്ടർ കളക്ഷൻ നടത്തുന്നത്. പ്രോഗ്രസിങ് എ ഹെഡ് കോസ് ലിവർ ടു ഡിസെൻഡ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ എന്ത് ചെയ്യും? പ്രോഗ്രസിങ് എ ഹെഡ്, ലിവർ താഴോട്ട് പോകും. അങ്ങനെ റോപ്പും ബക്കറ്റും താഴോട്ട് പോയിട്ട് പതുക്കെ വെള്ളം എടുക്കും. ഓക്കെ, പ്രോഗ്രസിങ് എ ഹെഡ് കോസസ് ലിവർ ടു ഡിസെൻഡ്, ടിപ്പിംഗ് ദ ബക്കറ്റ് ഇൻ ടു ദ വാട്ടർ. അങ്ങനെ ആ ബക്കറ്റ് വാട്ടറിലേക്ക് ലൈക്ക് ഡിപ്പാവും, അങ്ങനെ വാട്ടർ കളക്ട് ചെയ്യാൻ പറ്റും. ദെൻ സബ്സിക്വന്റ്ലി മൂവിങ് ബാക്ക്വേർഡ് എലവേറ്റ്സ് ലിവർ. അപ്പൊ അങ്ങനെ പുറകോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? ലിവർ പൊങ്ങും, അങ്ങനെ റോപ്പ് പൊങ്ങും, ബക്കറ്റും വിത്ത് വാട്ടർ പൊങ്ങും. അപ്പൊ അങ്ങനെയാണ് വാട്ടർ കളക്ഷൻ നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു സാമ്പിൾ ആൻസർ കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായല്ലേ? നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ദ ഇല്ലുസ്ട്രേഷൻ depicts a shadow, a method of gathering water. It comprises an elevated pathway attached to a post through a pivot, creating a lever. At the lever's extremity, there is a rope and a bucket. The operator ascends the walkway, employing their masses to balance the lever. Progressing ahead causes the lever to descend, tipping the bucket to the water. Subsequently, moving backward elevates the lever, lifting the water-filled bucket. Lifting the water-filled bucket. അപ്പം അങ്ങനെയാണ് ആ ഒരു എന്താ പറയുക ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പം ഒരു ഇമേജ് തന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും ദാൻ ദ ഗ്രാഫിന് വെച്ച് നോക്കുമ്പം നിങ്ങൾക്ക് പിക്ചർ ഇമേജ് കുറച്ചുകൂടെ പാടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് പറയാനായിട്ട് കുറേ സാധനം കിട്ടും. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ ഗ്രാഫ് നോക്കുമ്പം ചെറുത് വലുത് എന്നൊക്കെ നോക്കി കണ്ടുപിടിക്കുന്നതിലും പകരം പെട്ടെന്ന് ഈ ഒരു ഗ്രാഫ്, ഈ ഒരു പിക്ചർ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പം പെട്ടെന്ന് നിങ്ങൾക്ക്, പിന്നെ കുറെ കീവേഡ്സ് ഉണ്ടല്ലോ, പെട്ടെന്ന് നിങ്ങൾക്ക് ആ 40 സെക്കൻഡ്സിനുള്ളിൽ നല്ലൊരു മാർക്കോടുകൂടി കണ്ടന്റ് ഒന്നും പോവാതെ, കീവേഡ്സ് ഒന്നും മിസ് ചെയ്യാതെ കറക്റ്റായിട്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങ് നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പൊ ഇനി ഇതുപോലത്തെ കൂടുതൽ പിക്ചർ ഇമേജിന്റെ എക്സാമ്പിൾസ് ഞങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. ഫോളോ ഫോർ മോർ.